ഞാൻ എന്തുകൊണ്ട് ഇതെല്ലാം അറിയണം, ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ കാണണം? തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. ഈ വരുന്ന അടുത്ത 10 വർഷത്തിനുള്ളിൽ നമ്മൾ 10,000 വർഷത്തെ ചേഞ്ചിന് വിധേയമാകാൻ പോവുകയാണ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ ലോകം തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാറ്റങ്ങൾ സംഭവിക്കും. നാം എല്ലാവരും ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്. ബുദ്ധിക്ക് യാതൊരു ആവശ്യമില്ലാത്തൊരു കാലഘട്ടം വരാൻ പോവുകയാണ്. അതായത് ബുദ്ധിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, ബുദ്ധിയുടെ ഫാക്ടറി തുറക്കുന്ന ഒരു കാലഘട്ടത്ത്, ബുദ്ധിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഏതുപോലെ നമുക്ക് ഇലക്ട്രിസിറ്റിയും വാട്ടർ പോലെ കിട്ടുന്ന ഒരു കാലഘട്ടം, ബുദ്ധിക്ക് യാതൊരു വിലയും ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നുള്ള കാലഹരണപ്പെട്ട സ്കൂളിലും കോളേജിലും പോകണമെന്ന് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടം, പണവും ജോലിയും ആവശ്യമില്ലാത്ത ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ഏറെ താമസിയാതെ കടക്കപ്പെടും. അതിന് തയ്യാറെടുക്കുന്നത് ഒരുപക്ഷെ നിർബന്ധമായ ഒന്നാണ്. ദ ഡോൺ ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നെസ്. നമുക്കറിയാം, നമ്മുടെ മനുഷ്യന്റെ ബോധം ഉദയം മുതൽ നമ്മളെല്ലാം ജിജ്ഞാസയാൽ നയിക്കപ്പെടുന്നവരാണ്. ലോകത്തുള്ള എല്ലാ കണ്ടുപിടുത്തം, കല്ലുപകരണം മുതൽ കൃത്രിമ ബുദ്ധിയുടെ കണ്ടുപിടുത്തം വരെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ബുദ്ധി ഇന്റലിജൻസ് എവല്യൂഷനിലൂടെയാണ്. ഇപ്പൊ ഇന്റലിജൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന, ഇന്നും നമുക്ക് സങ്കീർണമായ ഒന്നാണ്, നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ബയോളജിക്കൽ ഇന്റലിജൻസിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ക്വാണ്ടം ഇന്റലിജൻസ് വരെ ഒരു എവല്യൂഷൻ ഈ അടുത്ത 10 വർഷത്തിൽ നടക്കാൻ പോകുന്നത്. ചരിത്രം നോക്കിയാൽ നമ്മൾ മനുഷ്യർ കാർബൺ അടിസ്ഥാനത്തിലുള്ള ഒരു ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്, ബയോളജിക്കൽ ഇന്റലിജൻസ് ആണ്. പ്രകൃതി നിർദ്ധാരണത്തിലൂടെ 4 ബില്യൺ വർഷങ്ങളോളം പരിണമിച്ച് ലളിതമായ ജീവരൂപങ്ങൾ മുതൽ സങ്കീർണമായ ജീവികൾ വരെ മനുഷ്യർ അവരുടെ വികസിത വൈജ്ഞാനിക കഴിവുകൾ കാർബൺ അധിഷ്ഠിത ബുദ്ധിയിലെ നിലവിലെ പരകോടിയെ പ്രതിനിധീകരിക്കുന്നു. ഇത്തരത്തിലുള്ള ബുദ്ധി ജീവശാസ്ത്രത്താൽ പരിമിതപ്പെടുകയും തലമുറകളായി ക്രമേണ വികസിക്കുകയും ചെയ്യുന്നതാണ്. നമുക്കെല്ലാവരും അറിയാം, നമ്മുടെ ബുദ്ധിക്ക് 20 വാട്ടേ ഉള്ളൂ. നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ ട്രാൻസിഷൻ സ്പീഡ് എന്ന് പറയുന്നത് 200 ഹെർട്സ് ആണ്, 200 ഗിഗാ ഹെർട്സ് ആണ് ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത്. അതേ സമയത്ത് നമ്മളുടെ 200 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മളുടെ ട്രാൻസിഷൻ സ്പീഡ്. നമുക്കെല്ലാവരും ബയോളജി പഠിച്ചവർക്കറിയാം നമ്മുടെ ട്രാൻസിഷൻ സ്പീഡ് എന്ന് പറയുന്നത്. അതേസമയത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ 3 മില്യൺ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ സിലിക്കൺ അടിസ്ഥാനമാക്കിയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് വരികയാണ്. 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഉയർന്നു വന്ന കമ്പ്യൂട്ടിംഗ് ആൽഗോരിതം, ഡാറ്റ സ്റ്റോറേജ് എന്നിവയുടെ മുന്നേറ്റങ്ങൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടാണ് മിഷൻ ലേണിംഗും ഡീപ്പ് ലേണിംഗും ന്യൂറൽ നെറ്റ്വർക്കും തുടങ്ങിയ നവീകരണങ്ങളിലൂടെ സിലിക്കോൺ അടിസ്ഥാനമാക്കിയുള്ള ഇന്റലിജൻസ് നമ്മൾ വികസിപ്പിച്ചെടുക്കും. മനുഷ്യർ ഇമേജ് തിരിച്ചറിയൽ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, തീരുമാനങ്ങൾ എടുക്കൽ തുടങ്ങിയ ജോലികൾ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ ക്വാണ്ടം അടിസ്ഥാനമാക്കിയുള്ള ഇന്റലിജൻസിലേക്ക് കിടക്കുകയാണ്. സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ശക്തി പ്രയോജനപ്പെടുന്നു. ഒരു ഉയർന്നു വരുന്ന ഫീൽഡ് ഒപ്റ്റിമൈസേഷൻ, സിമുലേഷൻ, പാറ്റേൺ തിരിച്ചൽ തുടങ്ങിയ മേഖലകളിൽ സിലിക്കോൺ അധിഷ്ഠമായ ബുദ്ധിയെ അതിഗംഭീരമായി മറികടക്കാൻ ക്വാണ്ടം AI കഴിവുണ്ട്. ഈ പുതിയ അതിർത്തി മെഡിസിൻ, ഫിനാൻസ്, കാലാവസ്ഥ മോഡലിംഗ് തുടങ്ങിയ മേഖലയിൽ മുന്നേറ്റങ്ങൾ കാരണമായേക്കാം. ഈ ബുദ്ധിശക്തിയുടെ കാര്യമായ സ്ഫോടനത്തെ അടയാളപ്പെടുത്തും. നമ്മൾ മനുഷ്യർ ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങളും ഇല്ലായ്മ ചെയ്യാൻ ഈ ആർട്ടിഫിഷ്യൽ ക്വാണ്ടം കമ്പ്യൂട്ടറിന് സാധിക്കുമെന്ന്. ഇന്ന് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും, ഇൻക്ലൂഡിങ് മനുഷ്യർക്കുള്ള എല്ലാ അസുഖങ്ങൾക്കും ക്യൂർ AI കണ്ടെത്തുമെന്നാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കപ്പെടും എന്നതാണ് പ്രഡിക്ഷൻ.